എല്ലാ മനുഷ്യരും കലാകാരന്മാരാണ്. വേണമെന്ന് തോന്നിയാൽ താൻ ഇടപെടുന്ന എല്ലാത്തിനെയും കലാപരമായി പുതുക്കാനും മാറ്റിമറിക്കാനും മിടുക്കുണ്ട് മനുഷ്യന്. മനുഷ്യൻ്റെ അളവില്ലാത്ത സൗന്ദര്യബോധത്തിൻ്റെ, അളവില്ലാത്ത സർഗാത്മകതയുടെ അടയാളങ്ങളാണ് നമ്മൾ കാണുന്നതും തൊടുന്നതും അനുഭവിക്കുന്നതുമെല്ലാം. എങ്കിലും മറ്റൊരു വിധമായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പിക്കുന്ന ചിലതുണ്ട്. കണ്ട് കണ്ട് നമ്മൾ കാണാതെയായ, നമ്മുടെ കണ്ണുകൾ രജിസ്റ്റർ ചെയ്യാതായ ചില കാഴ്ചകളുണ്ട്. വൈദ്യുത ടെലഫോൺ ലൈനുകളും കേബിളുകളും അതിൽ പ്രധാനപ്പെട്ടതാണ്. നഗരം വലുതാകുന്നതിനൊപ്പം, ജീവിതം സൗകര്യപ്രദമാകുന്നതിനൊപ്പം സങ്കീർണമാകുന്ന കേബിൾ വയറുകളുടെ കൂട്ടം. എവിടെ തുടങ്ങുന്നുവെന്നും എവിടെ അവസാനിക്കുന്നുവെന്നും ആർക്കും അറിയാത്ത, ആരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നോ ആർക്കുവേണ്ടിയുള്ളതാണെന്നോ തിരിയാത്ത, പ്രവർത്തിക്കുന്നതാണോ ഉപേക്ഷിച്ചതാണോ എന്ന് മനസ്സിലാവാത്ത കണക്കില്ലാത്ത കുരുങ്ങിപ്പിണയലുകൾ. നമുക്ക് വേണ്ട വിവരങ്ങളാണ്, നമുക്ക് വേണ്ട വിനോദങ്ങളാണ്, നമ്മുടെ തന്നെ സന്ദേശങ്ങളാണ്, നമ്മെ തന്നെ ചലിപ്പിക്കുന്ന വൈദ്യുതിയാണ് അവയിൽ പലതും വഹിച്ചുകൊണ്ടു പോകുന്നത് എന്നും അവയില്ലാതെ ജീവിതത്തിന് ചലിക്കാനേ സാധിക്കില്ലെന്നും എനിക്കറിയാം. എങ്കിലും കുറച്ചുകൂടി സൗന്ദര്യബോധത്തോടെ, ഔചിത്യത്തോടെ, ഉത്തരവാദിത്വത്തോടെ ഈ കേബിളുകളെ നമുക്ക് വിന്യസിക്കാൻ സാധിക്കില്ലേ? കേൾപ്പോരും കേൾവിയുമില്ലാതെ ആർക്കും എന്തിലൂടെയും എവിടെ കൂടെയും എവിടേക്കും കേബിൾ വലിച്ചു കെട്ടാവുന്ന, ഉപയോഗശൂന്യമാകുമ്പോൾ അലക്ഷ്യമായി ഉപേക്ഷിക്കാവുന്ന ഒരിടമായി നമ്മുടെ തെരുവുകൾ മാറേണ്ടതുണ്ടോ? നാട്ടിൻപുറങ്ങളിൽ ചിലയിടത്ത് ആരെങ്കിലും മരണപ്പെട്ടാൽ മൃതദേഹത്തിൽ അർപ്പിക്കുന്ന റീത്തുകളെല്ലാം സംസ്കാരം കഴിഞ്ഞ് തൊട്ടടുത്ത മരത്തിൽ കെട്ടിവെക്കും. മൃതദേഹത്തോടൊപ്പം റീത്തും ജീർണിക്കും. കുറേ നാൾ കഴിയുമ്പോൾ പഴകിയ ഒരു ടയറും ചുറ്റിവരിഞ്ഞ കുറേ കയറുകളും മാത്രം വിരോധാഭാസം പോലെ ബാക്കി നിൽക്കും. നിരത്തിൽ പോസ്റ്റുകളിൽ നിറയെ കെട്ടിവെച്ചിരിക്കുന്ന കേബിളുകളുടെ വളയങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ടോ ആ റീത്തുകളെ ഓർമ്മ വരും. പുറമെ മോടിയുള്ള കച്ചവട സ്ഥാപനങ്ങളുടെ പിൻവശത്തെ ചുവരുകൾ കണ്ടിട്ടുണ്ടോ? അവയിൽ നിറയെ കേബിൾ എന്ന കുടൽമാലകൾ കൊണ്ട് തൂക്കിയ നിറമാലകൾ കാണാം. ഫോട്ടോഗ്രാഫിയിലും കേബിളുകൾ കാഴ്ചയല്ലാതായി കഴിഞ്ഞു. കേബിളുകൾ ഒഴിവാക്കി ചിത്രമെടുക്കാനെടുത്ത അധ്വാനങ്ങളൊക്കെ ഞങ്ങളെ നേവിട്ടു. കേബിളുകളോടുകൂടിയ കാഴ്ചകളാണ്, ചിത്രങ്ങളാണ് ഇന്നത്തെ ന്യൂ നോർമൽ. ദിനം പ്രതി ഈ കേബിളുകൾ പെറ്റുപെരുകിക്കൊണ്ടേയിരിക്കുന്നു. പുറത്തിറങ്ങി ഏറ്റവും അടുത്ത ഇലക്ട്രിക് പോസ്റ്റിലേക്ക് നോക്കൂ. അലക്ഷ്യമായി ചുറ്റിക്കെട്ടിവെച്ച ഒരു പിടി കേബിളുകളെ കാണാം. പിന്നീട് ഒരു ദിവസം അത് കെട്ടഴിഞ്ഞ് നിലത്ത് ചിതറിക്കിടക്കും. ആരും അതിനെ പരിഗണിക്കുകയേയില്ല. കാലുയർത്തി വെച്ച് നടന്നു പോകും. കാലിൽ കുരുങ്ങി അത് നമ്മെ പിൻപിടി വിളിക്കും. മുകളിൽ നിന്ന് താഴേക്ക് ആരാച്ചാരുടെ കുടുക്കായി ഞാന്ന് കിടക്കും. ഭാരം കൊണ്ടുപോകുന്ന വലിയ വാഹനങ്ങളെ ആശ്ലേഷിച്ച് കൂടെ പോകും. നിരത്തുകളിൽ മാത്രമല്ല, നമ്മൾ ഇടപെടുന്ന എല്ലായിടത്തുമുണ്ട് അലക്ഷ്യമായ കേബിളുകളുടെയും വയറുകളുടെയും കൂട്ടം. പണ്ട് വീടിൻ്റെ അടുക്കളയിലെ പ്ലഗിലേക്ക് നിരവധി കണക്ഷൻ വയറുകളുണ്ടായിരുന്നു. തൊഴുത്തിലേക്കൊന്ന്, കിണറ്റിൻകരയിലേക്ക് വേറൊന്ന്, കോഴിക്കൂടിന് ഇടതുവശത്തെ മുറ്റത്തിന്, അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ലൈറ്റിടാൻ ഏത് ട്യൂപ്പിനാണ് കണക്ട് ചെയ്യേണ്ടതെന്നത് വലിയ അങ്കലാപ്പായിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ എന്നും ആദരവ് തോന്നിപ്പിക്കുന്നത് BSNLന്റെ ലാൻഡ് ലൈൻ കണക്ഷനുകളുടെ
റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള സർക്യൂട്ട് ബോർഡുകളാണ്. അതിൻ്റെ സങ്കീർണതയോട് ഏത് മദർ ബോർഡും തോൽക്കും. തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിച്ച റോഡുകളിൽ അരികിലെ കേബിളുകൾ നീക്കം ചെയ്യാൻ സർവീസ് പ്രൊവൈഡർമാർക്ക് സമയം കൊടുത്തു. സമയം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് മെഴുക്കുവരട്ടിക്ക് പയർ അരിഞ്ഞെടുക്കുന്നത് പോലെ നിസാരമായി കേബിളുകളെ മുറിച്ചു കളഞ്ഞു. അവിടമാകെ സ്തംഭിച്ചു പോകുമെന്നാണ് ഞാൻ കരുതിയത്. ഒന്നും ഉണ്ടായില്ല. ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഭൂഗർഭപാതയിലൂടെ പുതിയ കേബിളുകൾ ചുമതലയെടുത്തു. അത്തരം ചില റോഡുകൾ മാറാലയില്ലാതെ വൃത്തിയായി. എത്ര നാളത്തേക്ക് എന്നറിയില്ലെങ്കിലും എറണാകുളത്തെ സ്മാർട്ട് സിറ്റി റോഡുകളിൽ പലതിലും ഒളിഞ്ഞും തെളിഞ്ഞും മരങ്ങൾക്കിടയിലൂടെയും മതിലുകൾക്ക് മീതെ കൂടിയും കേബിളുകൾ തിരികെ വന്നു തുടങ്ങി. ഇട റോഡുകളാവട്ടെ കേബിൾ മാറാല കൊണ്ട് തലപെരിക്കുന്നത്ര ഭീകരമാണ്. കണ്ട് നമ്മുടെ കണ്ണുകൾ അതിനെ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കിവ അസ്വസ്ഥതയുണ്ടാക്കാത്തത്. അവയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കാഴ്ചകൾക്ക് ശ്വാസം മുട്ടും. മികച്ച ആർക്കിടെക്ചറൽ നിർമ്മിതികൾക്കു മീതെ, മികച്ച പരസ്യ ഹോൾഡിങ്ങുകൾക്ക് കുറുകെ ആരാധ്യരായ മനുഷ്യരുടെ പ്രതിമകളെ ചുറ്റി കേബിളുകളുടെ, വയറുകളുടെ അവസാനിക്കാത്ത വലക്കണ്ണികൾ. മനസ്സുവെച്ചാൽ കലാപരമായി തന്നെ നമുക്ക് വിന്യസിക്കാൻ കഴിയുന്നവയാണ്. ഭരണകൂടങ്ങൾ ശ്രദ്ധ വച്ചാൽ പരിഹരിക്കാവുന്ന കാര്യവുമാണ്. പക്ഷേ അവരുടെ കണ്ണുകളിലും അവ അടയാളപ്പെടുന്നില്ല. തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിര പരിസരവും മെഡിക്കൽ കോളേജിൻ്റെ പുറംഭാഗവും ചില വലിയ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻഭാഗവും എല്ലാം കേബിൾ ഫ്രീ ആയി മനോഹരമായിരിക്കുന്നത് കാണുമ്പോൾ വേണമെന്ന് വച്ചാൽ നഗരങ്ങളെ ഇങ്ങനെ ആക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ബോധ്യപ്പെടും. കവടിയാർ മുതൽ വഴുതക്കാട് വരെയുള്ള റോഡ് ഇപ്പോൾ എത്ര സുന്ദരമാണെന്നോ. കേബിൾ കൂട്ടങ്ങളിലെ ഈ കാക്കക്കൂടുകൾ കണ്ടോ? ഏത് കയ്പിനെയും മധുരിപ്പിക്കാൻ കഴിയുന്ന ജീവിതത്തിൻ്റെ രസവിദ്യയുണ്ട് ഇതിൽ. കേബിളുകൾ ജീവിതത്തിൻ്റെ ചോരഞരമ്പുകളായിരിക്കുന്ന കാലത്താണ് ജീവിക്കുന്നതെന്ന് അറിയാതെയല്ല. അവ ഒഴിവാക്കാനുമല്ല. കുറച്ചുകൂടി ഭംഗിയായി ഉത്തരവാദിത്തത്തോടെ അവയെ വിന്യസിക്കാൻ നമ്മളും നമ്മൾ തിരഞ്ഞെടുക്കുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ കാഴ്ചശീലങ്ങളിൽ, സൗന്ദര്യശീലങ്ങളിൽ ഗൗരവമുള്ള ഒരിടപെടൽ കേബിളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ചുരുങ്ങിയ പക്ഷം അവയെ കൂടി ചേർത്ത് ചുറ്റുപാടുകളെ കാണാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്ന കവിതയിൽ തുമ്പിക്കൈ കൊണ്ട് കുഞ്ഞുങ്ങളുടെ കാലടികളെപ്പോലും ചുറ്റി വരിയുന്ന പുകയെ കാണിച്ച് KG ശങ്കരപ്പിള്ള എഴുതിയ വിരുദ്ധോക്തി പോലെ എണീക്കാൻ ധൃതിപ്പെടണ്ട, സമയമുണ്ടല്ലോ വേണ്ടുവോളം. സ്നേഹത്തോടെ രാജീവ് മണ്ണയം.